ഹലോ, എല്ലാവർക്കും നാഷണൽ അക്കാഡമിയുടെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ ഈ ഒരു സെഷനിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് NIOSലെ സീനിയർ സെക്കൻഡറി വിഭാഗത്തിൽ വരുന്ന കമ്പ്യൂട്ടർ ആൻഡ് ഓഫീസ് ആപ്ലിക്കേഷൻ എന്ന സബ്ജക്റ്റിലെ സെക്കൻഡ് ചാപ്റ്റർ ആയിട്ടുള്ള ബേസിക്സ് ഓഫ് ഡാറ്റ കമ്മ്യൂണിക്കേഷൻ ആൻഡ് കമ്പ്യൂട്ടർ നെറ്റ്വർക്കിംഗ് എന്ന് പറയുന്ന ചാപ്റ്ററിനെ കുറിച്ചാണ്. അപ്പോൾ ഈ ഒരു ക്ലാസ്സിൽ നമ്മൾ ആ ഒരു സെക്കൻഡ് ചാപ്റ്ററിലെ പ്രധാനപ്പെട്ട ഭാഗങ്ങളും അതിൽ നമ്മൾ പ്രധാനമായിട്ട് ശ്രദ്ധിക്കേണ്ട ഭാഗങ്ങളും അതിന് ഏത് രൂപത്തിലായിരിക്കും അതിൻ്റെ ക്വസ്റ്റ്യൻസ് ഒക്കെ ഉണ്ടായിരിക്കുക എന്നുള്ളൊരു കാര്യം കൂടിയാണ് നമ്മൾ എന്ത് ചെയ്യുന്നത് ഈ ഒരു വീഡിയോയിൽ നമ്മൾ ചർച്ച ചെയ്യുന്നത്. ഓക്കെ, നമുക്ക് നമ്മുടെ സെഷനിലോട്ട് കടക്കാം. ഓക്കെ, അപ്പോൾ നമ്മുടെ ചാപ്റ്റർ ബേസിക്സ് ഓഫ് ഡാറ്റ കമ്മ്യൂണിക്കേഷൻ ആൻഡ് കമ്പ്യൂട്ടർ നെറ്റ്വർക്കിംഗ് എന്ന് പറയുന്ന ചാപ്റ്റർ, ഈ ഒരു ചാപ്റ്ററിൽ നമ്മൾ ചർച്ച ചെയ്യുന്ന ഭാഗങ്ങൾ എന്ന് പറയുന്നത് നമ്മുടെ ഹെഡിങ് പോലെ തന്നെ ഫസ്റ്റ് കാര്യം എന്ന് പറയുന്നത് ഡാറ്റ കമ്മ്യൂണിക്കേഷനെ കുറിച്ചാണ്. എന്താണ് ഡാറ്റ കമ്മ്യൂണിക്കേഷൻ എന്നുള്ളതും അതിൻ്റെ ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ എന്തൊക്കെയാണ് എന്നുള്ളതാണ് നമ്മൾ എന്ത് ചെയ്യുന്നത് ആദ്യം നമ്മൾ ഈ ഭാഗത്തിൽ ചർച്ച ചെയ്യുന്നത്. ശേഷം നമ്മൾ ആ ഒരു ഡാറ്റ കമ്മ്യൂണിക്കേഷനിൽ ഉണ്ടായിരിക്കേണ്ട പ്രധാനപ്പെട്ട ഭാഗങ്ങൾ എന്തൊക്കെയാണ്, അതുപോലെ തന്നെ ഈ ഡാറ്റ കമ്മ്യൂണിക്കേഷൻ്റെ ഉപയോഗങ്ങൾ എന്തൊക്കെയാണ്, അത് ആ ഒരു കാര്യങ്ങളും അതിനുശേഷം നമ്മൾ കമ്പ്യൂട്ടർ നെറ്റ്വർക്കിംഗ് എന്ന് പറയുന്ന ഒരു ഭാഗത്തിലോട്ട് നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട് ഈ ഒരു ഭാഗത്തിൽ ഈ ഒരു ചാപ്റ്ററിൽ നമ്മൾ കടക്കുന്നുണ്ട്. ഓക്കെ, സോ നമുക്ക് ആദ്യം തന്നെ ചർച്ച ചെയ്യാം എന്താണ് ഡാറ്റ കമ്മ്യൂണിക്കേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. വാട്ട് ഈസ് ഡാറ്റ കമ്മ്യൂണിക്കേഷൻ? ഡാറ്റ കമ്മ്യൂണിക്കേഷൻ എന്ന് പറയുന്നത് ഒരു ഡിജിറ്റൽ ഡാറ്റ എന്ത് ചെയ്യാണ് കൈമാറ്റം ചെയ്യപ്പെടുകയാണ്. ഒരു ഡിജിറ്റൽ ഡിവൈസസിന്റെ കൂടെ എന്ത് ചെയ്യാണ് ഒരു ഡിജിറ്റൽ ഡാറ്റ അങ്ങോട്ടും ഇങ്ങോട്ടും കൈമാറ്റം ചെയ്യപ്പെടുന്നതിനെയാണ് നമ്മൾ പൊതുവെ എന്ത് വിളിക്കുന്നത്, നമ്മൾ ഡാറ്റ കമ്മ്യൂണിക്കേഷൻ എന്ന് വിളിക്കുന്നത്. അതായത് ഒന്നോ അതിൽ കൂടുതലോ ഡിവൈസസ് ഉപയോഗിച്ചുകൊണ്ട് അല്ലെങ്കിൽ രണ്ടോ അതിൽ കൂടുതലോ ഡിവൈസസ് ഉപയോഗിച്ചുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യാണ് ഡാറ്റ കമ്മ്യൂണിക്കേഷൻ, അതായത് ഡാറ്റകൾ കൈമാറ്റം ചെയ്യപ്പെടുകയാണ്. ഓക്കെ, അത് നമുക്ക് എന്തൊക്കെയാവും, അത് നമുക്ക് ടെക്സ്റ്റ് മെസ്സേജസ് ആവാം, അല്ലാന്നുണ്ടെങ്കിൽ മറ്റു വീഡിയോസ് ആവാം, ഏത് രൂപത്തിലുള്ള കാര്യങ്ങളാവാം. അതിൽ ഡിവൈസസ് ആണെന്നുണ്ടെങ്കിൽ നമുക്ക് കമ്പ്യൂട്ടർ ആവാം, മൊബൈൽ ഫോൺ ആവാം, ഏത് രൂപത്തിലുള്ള ഡിവൈസസും നമുക്ക് എന്ത് ചെയ്യാവുന്നതാണ്, അതിൽ ഉപയോഗിക്കുകയും ചെയ്യാം. ഓക്കെ, അപ്പോൾ ഈ ഒരു പ്രോസസ്സ് നടക്കണമെന്നുണ്ടെങ്കിൽ അതിൻ്റെ ഒരു കീ എലമെന്റ് ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ അതിന് ആവശ്യമാണ്. നമുക്ക് ഡാറ്റകൾ കൈമാറ്റം ചെയ്യപ്പെടണമെന്നുണ്ടെങ്കിൽ അതിന് പ്രധാനപ്പെട്ട കുറച്ച് കാര്യങ്ങൾ ആവശ്യമാണ്. അതിൽ പ്രധാനപ്പെട്ട ഒന്നൊരു സെൻഡർ ആവശ്യമാണ്. എന്താണ് സെൻഡർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, സെൻഡർ അതായത് നമ്മൾ മെസ്സേജ് സെൻഡ് ചെയ്യുന്ന ഒരു വ്യക്തി അതിനാവശ്യമാണ്. അതുപോലെ തന്നെ റിസീവർ, അത് റിസീവ് ചെയ്യേണ്ടതായിട്ടുള്ള ഒരു വ്യക്തിയും അതിനാവശ്യമാണ്, അല്ലേ? അപ്പോൾ ഡാറ്റകൾ അങ്ങോട്ടും ഇങ്ങോട്ടും പോകത്തുള്ളൂ. നമ്മൾ സംസാരിക്കണമെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യണം, അത് കേൾക്കാൻ ഒരാൾ വേണം, അല്ലേ? തിരിച്ചതിന് മറുപടി തരേണ്ട ആൾ വേണ്ടേ? അപ്പോൾ അതൊരു കമ്മ്യൂണിക്കേഷൻ ആവത്തുള്ളൂ, അല്ലേ? അല്ലെങ്കിൽ ഒറ്റയ്ക്ക് സംസാരിക്കുന്ന പോലെ. ഓക്കെ, അപ്പോൾ അതാണ് ഒന്നാമത്തെ കാര്യം. ഒരു സെൻഡർ വേണം, ഒരു റിസീവർ വേണം. ശേഷം പിന്നെ ആവശ്യമാണ് ഒരു മെസ്സേജാണ്. ഓക്കെ, ഒരു മെസ്സേജ് വേണം എന്നുള്ളതാണ്. അതായത് എന്താണോ അയക്കുന്നത് ആ ഒരു സംവിധാനം, ആ ഒരു മെസ്സേജ് നമുക്ക് അതിൽ ആവശ്യമാണ്. പിന്നെ ആവശ്യം മീഡിയമാണ്. മീഡിയ എന്ന് പറയുന്നത് ആ ഒരു മെസ്സേജ് എന്തിലൂടെയാണോ കടന്നു പോകുന്നത് ആ സംവിധാനത്തെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്, നമ്മൾ മീഡിയ എന്ന് വിളിക്കുന്നത്. അതായത് ആ ഒരു മെസ്സേജ് ട്രാവൽ ചെയ്യുന്ന ആ ഒരു പാത്തിനെ അതിനെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്, നമ്മൾ മീഡിയ എന്ന് വിളിക്കുന്നത്. അത് ചിലപ്പോൾ വൈഫൈ നെറ്റ്വർക്കിലൂടെ ആയിരിക്കാം, അല്ലാന്നിട്ട് കേബിൾ നെറ്റ്വർക്കിലൂടെ ആയിരിക്കാം. അതിനൊക്കെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്, മീഡിയ എന്ന് വിളിക്കുന്നത്. ആൻഡ് ലാസ്റ്റ് വൺ എന്ന് പറയുന്നത് പ്രോട്ടോകോൾ ആണ്. പ്രോട്ടോകോൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ, ഒരു സെറ്റ് ഓഫ് ഗൈഡ്സ് ആണ്. അതായത് നമ്മൾ ഈ ഒരു ഡാറ്റ ട്രാൻസ്ഫറിനെ അല്ലാന്നുണ്ടെങ്കിൽ ഡാറ്റ കമ്മ്യൂണിക്കേഷൻ, ഈ ഡാറ്റ ട്രാൻസ്ഫർ കംപ്ലീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മളെ ഹെൽപ്പ് ചെയ്യുന്ന സെറ്റ് ഓഫ് റൂൾസ് അല്ലെങ്കിൽ ഗൈഡ്സിനൊക്കെയാണ് നമ്മൾ പൊതുവെ വിളിക്കുന്നത്, നമ്മൾ പ്രോട്ടോകോൾസ് എന്നൊക്കെ വിളിക്കുന്നത്. ഓക്കെ, സോ ഇതാണ് ഇതിന്റെ കീ എലമെന്റ്സ് എന്ന് പറയുന്നത്. നമ്മുടെ ഡാറ്റ കമ്മ്യൂണിക്കേഷന്റെ കീ എലമെന്റ്സ് എന്ന് പറയുന്നതാണ് ഈ ഒരു ഭാഗം എന്ന് പറയുന്നത്. സോ നമുക്ക് ഈ ഡാറ്റ കമ്മ്യൂണിക്കേഷൻ്റെ എക്സാമ്പിൾ പറയാൻ പറ്റും. സിമ്പിൾ എക്സാമ്പിൾ നമുക്ക് പറയാം, എന്താണ് ഇമെയിൽ, അല്ലേ? ഇമെയിൽ എന്ന് പറയുന്ന സംവിധാനം നമ്മൾ എന്ത് ചെയ്യണം, ഒരു സെൻഡർ വേണം. അത് നമുക്ക് എവിടേക്കാണോ സെൻഡ് ചെയ്യേണ്ടത് അയാളുടെ ഐഡി നമ്മൾ കൊടുക്കേണ്ടതായിട്ടുണ്ട്. നമ്മൾ എന്ത് ചെയ്യുന്നു, ഇമെയിൽ എന്ന് പറയുന്ന ആ ഒരു സംവിധാനം ഇന്റർനെറ്റ് എന്ന് പറയുന്ന മീഡിയത്തിലൂടെ നമ്മൾ എന്ത് ചെയ്യുന്നു, നമ്മൾ സെൻഡ് ചെയ്യുന്നു. ഓക്കെ, അതാണ് ആ ഒരു പ്രോസസ്സ് എന്ന് പറയുന്നത്. ഓക്കെ, നെക്സ്റ്റ് പാർട്ടിന് നമുക്ക് പറയാനുള്ളത് എന്തായിരുന്നു, നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ കമ്പ്യൂട്ടർ നെറ്റ്വർക്കിങ്ങിനെ കുറിച്ചാണ്. അപ്പോൾ എന്താണ് കമ്പ്യൂട്ടർ നെറ്റ്വർക്കിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, കമ്പ്യൂട്ടർ നെറ്റ്വർക്ക് എന്ന് പറയുന്നത് ഒന്നിൽ കൂടുതൽ കമ്പ്യൂട്ടേഴ്സ് ഒക്കെ എന്ത് ചെയ്യാണ്, കണക്ട് ചെയ്തതാണ്. എന്തിനു വേണ്ടിയിട്ടാണ്, നമുക്ക് അതിലെ ഡാറ്റകൾ ഷെയർ ചെയ്യാൻ വേണ്ടിയിട്ടും അതുപോലെ തന്നെ അതിലെ റിസോഴ്സസ് ഒക്കെ ഷെയർ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യാണ്, ഒന്നിൽ കൂടുതൽ കമ്പ്യൂട്ടറുകളെ കണക്ട് ചെയ്തിരുന്ന ആ ഒരു സംവിധാനത്തെയാണ്, ആ ഒരു പ്രാക്ടീസിനെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്, നമ്മൾ കമ്പ്യൂട്ടർ നെറ്റ്വർക്കിംഗ് എന്ന് വിളിക്കുന്നത്. അതായത് ഒരു കമ്പ്യൂട്ടർ നെറ്റ്വർക്കിങ്ങിൽ കണക്ട് ചെയ്തിട്ടുള്ള ഓരോ കമ്പ്യൂട്ടേഴ്സിനും എന്ത് ചെയ്യാൻ പറ്റും, എല്ലാവരുടെ ഡാറ്റകളും അവർക്ക് എന്ത് ചെയ്യാൻ പറ്റും, അവർക്ക് ഷെയർ ചെയ്യാൻ സാധിക്കും. അവർക്ക് പ്രത്യേകിച്ച് ഷെയർ ചെയ്യാൻ പ്രത്യേകിച്ച് ഒരു സംവിധാനത്തിന് ആവശ്യമില്ല. അവർക്ക് ഇതിലൂടെ എന്ത് ചെയ്യാൻ ഡാറ്റകൾ ഷെയർ ചെയ്യാനും ഓരോ റിസോഴ്സസ് ആക്സസ് ചെയ്യാനൊക്കെ സാധിക്കും. ഓക്കെ, അപ്പോൾ ഈ ഒരു ടൈപ്പ്, അതായത് ഇതുപോലത്തെ കമ്പ്യൂട്ടർ നെറ്റ്വർക്കിംഗ് വിവിധ തരങ്ങളുണ്ട്. അതിൽ പറയുന്ന കാര്യങ്ങൾ, അതിൽ ടൈപ്സ് ഓഫ് നെറ്റ്വർക്ക്സ് പറയുന്നുണ്ട് നമ്മളോട്. വ്യത്യസ്ത തരം നെറ്റ്വർക്കുകളുണ്ട്. അതിൽ വരുന്ന ഒരു നെറ്റ്വർക്കാണ് ലാൻ എന്ന് പറയുന്നത്, ലോക്കൽ ഏരിയ നെറ്റ്വർക്ക് എന്ന് പറയുന്നത്. അതുപോലെ തന്നെ അതിൽ വരുന്ന മറ്റൊരു സംവിധാനമാണ് വാൻ എന്ന് പറഞ്ഞിട്ട് വൈഡ് ഏരിയ നെറ്റ്വർക്ക് എന്ന് പറയുന്നത്.
ഓക്കെ, ലോക്കൽ ഏരിയ നെറ്റ്വർക്ക് എന്ന് പറഞ്ഞാൽ ഒരു നിശ്ചിത ചെറിയ ഭാഗത്തിലോട്ടുള്ള ഒരു ചെറിയ ഏരിയ കവർ ചെയ്യുന്ന ഒരു സംവിധാനവും വാൻ എന്ന് പറയുന്നത് ഒരു ലാർജ് ഗ്രാഫിക്കൽ ഏരിയ ഒക്കെ കവർ ചെയ്യുന്ന ഒരു സംവിധാനവുമാണ്. ഓക്കെ, അതുപോലെ തന്നെ അതിലെ മറ്റൊരു ഉദാഹരണം കൂടിയാണ് മാൻ എന്ന് പറഞ്ഞിട്ടുള്ളത്, മെട്രോപൊളിറ്റൻ ഏരിയ നെറ്റ്വർക്ക് എന്ന് പറഞ്ഞിട്ട്, അതായത് ലാർജ് സിറ്റികളൊക്കെ കവർ ചെയ്യാൻ പറ്റുന്ന സംവിധാനത്തിലുള്ള അല്ലെങ്കിൽ അതുപോലെ ആ ഒരു രീതിയിലുള്ള നെറ്റ്വർക്കിംഗ് സിസ്റ്റത്തെയാണ് നമ്മൾ മാൻ എന്ന് പറയുന്നത്. സോ ഇതെല്ലാം എന്താണ് നമ്മളെ ടൈപ്സ് ഓഫ് നെറ്റ്വർക്കിന് ഉദാഹരണങ്ങളാണ്, നമ്മളെ നെറ്റ്വർക്കിങ്ങിന് ഉദാഹരണങ്ങളാണ് ഈ ഒരു കാര്യങ്ങളൊക്കെ. ഓക്കെ, അപ്പോൾ ഇനി നമുക്ക് ഡിസ്കസ് ചെയ്യാനുള്ള ഒരു ഭാഗം എന്ന് പറയുന്നത് എങ്ങനെയാണ് ഈ ഒരു ഡാറ്റ നെറ്റ്വർക്കിലൂടെ സഞ്ചരിക്കുന്നത് എന്നുള്ളൊരു കാര്യത്തെക്കുറിച്ചാണ്. ഓക്കെ, അതായത് ഹൗ ഡസ് ഡാറ്റ ട്രാവൽ ഇൻ നെറ്റ്വർക്ക്, അതായത് നെറ്റ്വർക്കിലൂടെ ഡാറ്റ എങ്ങനെയാണ് സഞ്ചരിക്കുന്നത്, അല്ലെങ്കിൽ എങ്ങനെയാണ് ഇത് നമ്മൾ അയക്കുന്ന ഒരു സാധനം ഒരു മെസ്സേജ് എങ്ങനെയാണ് കൃത്യമായിട്ട് അവിടെ എത്തുന്നത് എന്നുള്ളൊരു കാര്യത്തെക്കുറിച്ചാണ്. അപ്പോൾ അത് എങ്ങനെ നമുക്ക് എക്സ്പ്ലെയിൻ ചെയ്യാം. അപ്പോൾ ഇത് നോർമലി, അതായത് നമ്മൾ സിമ്പിൾ ആയിട്ടുള്ള രീതിയിലാണ് പറയുന്നത്. അപ്പോൾ ഇത് എങ്ങനെയാണ് സെൻഡ് ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ ഇവിടുന്ന് ഒരു മെസ്സേജ് സെൻഡ് ചെയ്ത് കഴിഞ്ഞാൽ തന്നെ അത് സെൻഡർ, അതായത് ഏത് ഡിവൈസ് ആണോ അതിന് സെൻഡ് ചെയ്യുന്നത് ആ ഡിവൈസ് അതിന് എന്ത് ചെയ്യുന്നു, അതിനെ പാക്കറ്റുകളാക്കി മാറ്റുകയാണ്. അതായത് പാക്കറ്റുകൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ ഒരു മെസ്സേജിന് എന്ത് ചെയ്യാണ്, ഡിവൈഡ് ചെയ്യാണ്. ഒരു നിശ്ചിത എണ്ണം പാക്കറ്റുകളാക്കിയിട്ടാണ് ആ ഒരു പാക്കറ്റ് രൂപത്തിലാണ് എന്ത് ചെയ്യുന്നത്, അത് സെൻഡ് ആവുന്നത്, നമ്മുടെ ഒരു മീഡിയത്തിലൂടെ എന്ത് ചെയ്യുന്നത്, അത് പാസ്സാവുന്നത്. അത് പാസ്സായിട്ട് നമ്മുടെ ഒരു റിസീവറുടെ അടുത്ത് എത്തിക്കഴിഞ്ഞാൽ എന്ത് ചെയ്യും, അത് വീണ്ടും റീഅസംബിൾ ആവുകയും ചെയ്യും. അത് വീണ്ടും എന്ത് ചെയ്യും, അത് കൂടിച്ചേരുകയും ചെയ്യും. അത് എങ്ങനെയായിരുന്നു ആ മെസ്സേജ് ഉണ്ടായിരുന്നു ആ രൂപത്തിലോട്ട് എത്തുകയും ചെയ്യും. അപ്പോൾ അതുപോലെ തന്നെ ഇതിങ്ങനെ ഓരോ പാക്കറ്റുകളാക്കി ഇതിന് ഡിവൈഡ് ചെയ്യുന്ന സമയത്ത് ഇതിന് ഓരോന്നിനും എന്തുണ്ടായിരിക്കും, അതിൻ്റെതായിട്ടുള്ള ഹെഡറുകളും. ആ ഹെഡറുകൾ എന്ന് ഉദ്ദേശിക്കുന്നത് അതിൽ എന്തുണ്ടായിരിക്കും, എവിടെയാണ് ഇത് എത്തേണ്ടത്, ഏത് സെന്ററിലോട്ടാണ് ഇത് എത്തേണ്ടത്, ഓക്കെ, ഏത് റിസീവറിലോട്ടാണ് ഇത് എത്തേണ്ടത് എന്നുള്ള കാര്യങ്ങളൊക്കെ എന്തുണ്ടായിരിക്കും, അതുപോലെ കൃത്യമായിട്ട് ഉണ്ടാവും. എവിടെ വെച്ചാണ് റീഅസംബിൾ ആവേണ്ടത് എന്നുള്ള കാര്യങ്ങളൊക്കെ ആ ഒരു കാര്യത്തിൽ കൃത്യമായിട്ട് അതിൽ ഉണ്ടായിരിക്കും ചെയ്യും. ഓക്കെ, അപ്പോൾ ഇവരെങ്ങനെയാണ് ഈ ഒരു ഇന്ന ഡിവൈസിൽ നിന്ന് ഇന്ന ഡിവൈസിലോട്ട് എത്തണം എന്നുള്ളത് മനസ്സിലാക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ അവർക്ക് എന്തുണ്ടായിരിക്കും, ഓരോരുത്തർക്കും അതിൻ്റെതായിട്ടുള്ള IP അഡ്രസ്സുകൾ ഉണ്ടായിരിക്കും. ഓക്കെ, അതായത് നമുക്ക് ഈ ഒരു നമ്മുടെ ചാപ്റ്ററിൽ തന്നെ കീ നെറ്റ്വർക്കിംഗ് കൺസെപ്റ്റ്സ് എന്ന് പറയുന്ന ഒരു ഭാഗത്തിൽ പറയുന്നുണ്ട് നമ്മൾ IP അഡ്രസ്സിനെ കുറിച്ചും DNSനെ കുറിച്ചും അതുപോലെ തന്നെ ബാൻഡ് വിഡ്ത്തിനെ കുറിച്ചും. അപ്പോൾ ഈ ഒരു IP അഡ്രസ്സ് എന്ന് പറയുന്നത് എന്താണ്, ഓരോ ഡിവൈസസിൽ ഒരു നെറ്റ്വർക്കിലുള്ള ഓരോ നെറ്റ്വർക്കിൽ അടങ്ങിയിട്ടുള്ള ഓരോ ഡിവൈസിനും ഓരോ യൂണീക്ക് നമ്പറുകൾ ഉണ്ടാവും. അതിനാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്, IP അഡ്രസ്സ് എന്ന് വിളിക്കുന്നത്. ഓക്കെ, ഈ IP അഡ്രസ്സ് പ്രകാരമാണ് എന്ത് ചെയ്യുന്നത്, ഈ ഡാറ്റകൾ എന്ത് ചെയ്യുന്നത്, നെറ്റ്വർക്കിലൂടെ ഈ കമ്മ്യൂണിക്കേഷൻ എന്ന് പറയുന്ന സംവിധാനം പ്രോസസ്സ് നടക്കാൻ ഹെൽപ്പ് ചെയ്യുന്ന ഒരു സംവിധാനമാണ്. അതായത് എന്ത് ചെയ്യാണ്, ഈ IP അഡ്രസ്സ് പ്രകാരമാണ് ഇവർ ഡാറ്റകൾ സെൻഡ് ആവുന്നത്, റിസീവ് ആവുന്നത്. ഓക്കെ, കറക്റ്റ് ഡിവൈസ് ഏതാണെന്നുള്ള അവർക്ക് മനസ്സിലാക്കുന്നത്. അതുപോലെ തന്നെ DNS എന്ന് പറയുന്നത് ഡൊമൈൻ നെയിം സിസ്റ്റം എന്ന് പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഒരു ഹ്യൂമൻ റീഡബിൾ ഡൊമൈൻ നെയിമുകൾ എന്ത് ചെയ്യാണ് IP അഡ്രസ്സിലോട്ട് കൺവേർട്ട് ചെയ്യുന്ന അല്ലെങ്കിൽ ട്രാൻസ്ലേറ്റ് ചെയ്യുന്ന ഒരു സംവിധാനമാണ് ഈ ഒരു DNS എന്ന് പറയുന്നത്. നമുക്ക് കാണാൻ പറ്റുന്ന ഡൊമൈൻ നെയിമുകൾ ഒരുപാടുണ്ട് അല്ലേ. ഇപ്പോൾ google.com, www.google.com എന്നൊക്കെ പറയുന്നത് നമുക്ക് വായിക്കാൻ പറ്റുന്ന സംവിധാനമാണ്. അതിനെന്ത് ചെയ്യാണ്, IP അഡ്രസ്സിലോട്ട് കൺവേർട്ട് ചെയ്യുന്ന എന്താണ് ഈ ഒരു DNS എന്ന് പറയുന്ന സിസ്റ്റമാണ്. അതുപോലെ തന്നെ ബാൻഡ് വിഡ്ത്ത് എന്ന് പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു മാക്സിമം റേറ്റ് ആണ്. അതായത് ഒരു നെറ്റ്വർക്ക് പാത്തിലൂടെ ഡാറ്റ ട്രാൻസ്ഫർ ചെയ്യാൻ പറ്റുന്ന ഒരു മാക്സിമം വിഡ്ത്തിനെയാണ് നമ്മൾ എന്ത് വിളിക്കുക, നമ്മൾ ബാൻഡ് വിഡ്ത്ത് എന്നൊക്കെ പറയുന്നത്. സോ ഇതിനൊക്കെ ബേസ് ചെയ്തിട്ടാണ് എന്ത് ചെയ്യുന്നത്, ഈ ഒരു ഡാറ്റ നെറ്റ്വർക്കിംഗ് എന്ന് പറയുന്നത്, ഡാറ്റ കമ്മ്യൂണിക്കേഷൻ എന്ന് പറയുന്ന ഒരു പ്രോസസ്സ്, ഈ നെറ്റ്വർക്കിംഗ് എന്ന് പറയുന്ന പ്രോസസ്സൊക്കെ എന്ത് ചെയ്യുന്നത്, നടക്കുന്നത് എന്നാണ് പറയുന്നത്. ഓക്കെ, സോ ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് എന്ത് ചെയ്യുന്നത് ഈ ഒരു ചാപ്റ്ററിൽ നമുക്ക് ഡിസ്കസ് ചെയ്യാനുള്ളത്. അപ്പോൾ ഇതിൻ്റെയൊക്കെ ഒരു ഡീറ്റെയിൽ ആയിട്ടുള്ള, അതായത് എല്ലാ കാര്യങ്ങളെ കുറിച്ചും ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ ചർച്ച ചെയ്ത് പോകുന്ന ക്ലാസ്സസ് ഒക്കെ നമുക്ക് നമ്മുടെ നാഷണൽ അക്കാഡമിയുടെ ആപ്പിൽ അവൈലബിൾ ആണ്. സോ നിങ്ങൾക്ക് അതൊക്കെ ആക്സസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഉടനെ തന്നെ നമ്മുടെ നാഷണൽ അക്കാഡമിയായിട്ട് ബന്ധപ്പെടുക. ഓക്കെ, ഇതിൻ്റെ എല്ലാം ക്വസ്റ്റ്യൻ റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങളും അതുപോലെ തന്നെ ക്വസ്റ്റ്യൻ ആൻഡ് ആൻസേഴ്സ് ഒക്കെ ആയിട്ടുള്ള ഒരുപാട് സ്റ്റഡി മെറ്റീരിയൽസ് ഒക്കെ അതിൽ അവൈലബിൾ ആണ്. ഓക്കെ, സോ നിങ്ങൾ ഉടനെ തന്നെ നമ്മുടെ നാഷണൽ അക്കാഡമിയുമായിട്ട് നിങ്ങൾ ഉടനെ കോൺടാക്ട് ചെയ്യുക. നിങ്ങളുടെ ക്ലാസ്സസ് ഉടനെ നിങ്ങൾ എന്ത് ചെയ്യുക, ആക്സസ് ചെയ്യുക. ഓക്കെ, സോ മറ്റൊരു വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം. ഓക്കെ, താങ്ക് യു.